കരുതിക്കുട്ടി ചെയ്തതെന്ന് എനിക്കറിയാം. നീ മാങ്ങ പറിക്കാൻ വിളിച്ചാ പിന്നെ അടിയിലുള്ള എന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. അതൊക്കെ എന്നെ ഒരു നീ ബുദ്ധിമുട്ടല്ലേ. നീ മാവും മക്കേരിയിലാണ് ഞാനിത് കാണുന്നത്. ഞാൻ ഇത് മാങ്ങ കയറിയതാന്നാ നീ മാങ്ങ കണ്ടത്? ഞാൻ താഴത്ത് വെക്കുന്ന ശ്രദ്ധിച്ചിട്ടില്ലല്ലേ? നീ അല്ലെങ്കിൽ അത് കാണട്ടെ എന്ന് ചെയ്യുക. നീ താഴെയുള്ളതല്ലേ ഞാൻ കണ്ടില്ല. കാണായിട്ടൊന്നുമില്ല. നീ ശരിക്കും കാണട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. ശരിക്കും കണ്ടില്ലല്ലോ അല്ലേ? മാങ്ങ പൊറുക്കുമ്പോൾ എന്റെ കണ്ണ് ഞാൻ ശ്രദ്ധിച്ചു. നീ മാങ്ങ പൊറുക്കുമ്പോ ഞാനും കണ്ട് നിന്റെ ഉമ്മണി മാങ്ങ കേട്ടാ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ മാങ്ങ പറിക്കാന്ന് വിചാരിച്ചത്. പക്ഷേ ഇതിനിടക്ക് തേങ്ങ പറിക്കാൻ വന്നേരം കുറച്ച് വണ്ണം കണ്ടില്ലേ മാങ്ങ. ഇപ്പൊ നന്ന വണ്ണം കുറഞ്ഞു പോയേ. എപ്പെങ്കിലേ മാങ്ങ പറിക്കലുള്ളൂ. അത് ഈ ഇടക്കട ഇങ്ങനെ പറിക്കാൻ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കണം. അപ്പോഴല്ലേ മാങ്ങ വണ്ണം വെക്കുള്ളൂ. കിട്ടിയില്ല. നേരത്തെ വിളിച്ചിട്ട് നീ വന്നു. നീ മാങ്ങ പറിക്കാൻ വിളിച്ചു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് മാങ്ങ പറിപ്പിക്കൂലല്ലോ. എന്തുകൊണ്ടല്ലേ? മാങ്ങയെല്ലാം കൂടി മൂത്ത് പഴുത്ത് ഇങ്ങനെ കാത്തു നിൽക്കുന്നത്. അതന്നെയാണ്. ആരും ഇല്ലായിരുന്നല്ലോ. നീ സമയമാകുമ്പോ നമ്മളെ വിളിച്ചു കഴിഞ്ഞാല് ഞാൻ വന്നിട്ട് മാങ്ങ പറിച്ചതല്ലേ. ഇങ്ങനെ മൂത്ത് പഴുത്ത് ലാസ്റ്റ് പൊഴുത്ത് കെട്ട് പോവും. തിന്നാൻ ആരുമില്ല. തിന്നാൻ പാടില്ലേ? കഴിക്കാൻ ആരും ഇല്ലാതോണ്ടല്ലേ. അതല്ലേ ഞാൻ പറഞ്ഞേ. നീ മുൻകൂട്ടി വിളിച്ച ഞാൻ തിന്നുകയും ചെയ്യും, പറിക്കുകയും ചെയ്യും, കഴിക്കുകയും ചെയ്യും, എല്ലാം ചെയ്യും. നിന്നെ കൊണ്ട് തീറ്റിക്കുകയും ചെയ്യും. അത് മനസ്സിലായിട്ടില്ലേ? അല്ല, നിന്നെ 2 ദിവസം മുന്നേ വിളിച്ചപ്പോ വലിയ ഡിമാൻഡ് കണ്ടല്ലോ. അത് നീ വിളിക്കാണ്ട് ആരും കിട്ടാണ്ടാകുമ്പോഴല്ലേ എന്നെ വിളിക്കുന്നത് ഞാൻ വിചാരിച്ചത്. ഞാൻ അങ്ങനെ നിന്നെ മാത്രല്ലേ ഞാൻ അധികവും വിളിക്കുന്നത്. അത് നീ എന്നെ കാണുമ്പോ പറയുന്നല്ലേ നിന്നെ മാത്രമേ വിളിക്കുന്നുള്ളൂ. നീ വേറെ ആരെങ്കിലൊക്കെ വിളിച്ച് പറപ്പിക്കുന്നതൊക്കെ നമ്മൾ അറിയുന്നുണ്ട് കേട്ടോ. നീ പറിക്കുന്ന പോലെ ആരും ഇതുവരെ പറിച്ചിട്ടില്ല. അങ്ങനെ പറിക്കണ്ടെങ്കിൽ എന്നെ തന്നെ വിളിക്കണ്ടേ? ഞാൻ ആകുമ്പോ ചള്ളൊക്കെ അവിടെ വെച്ചിട്ട് മൂത്ത നോക്കിയിട്ടില്ലേ പറിക്കുള്ളൂ. നീ മാവൊക്കെ ഏരിയാല് മാവിന്റെ മേലൊക്കെ ഏരിയാല് മറ്റേ അതിന്റെ ഇല വരെ വെക്കൂലല്ലോ. അത് ചില നേരത്താണ് ഇല വെക്കാത്തത്. ഇന്നലെ പറിച്ചിട്ട് ഞാൻ ഇലയെല്ലാം അവിടെ വെച്ചിട്ടല്ലേ വന്നിന്. അതെന്താ അങ്ങനെ ആയിപ്പോയി? ഇലവാക്കിയേട്ടാ. പിന്നെയും പറിക്കണ്ടല്ലേ, മാങ്ങണ്ടാണ്ട് വെച്ചിട്ടാണ്. ഉണ്ടായിക്കോട്ടെ വിചാരിച്ചിട്ട്. പൂവുണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെ. പൂവില്ലെങ്കിൽ പിന്നെ ഇത് കഴിയില്ലല്ലോ പറിക്കാൻ. ഉണ്ണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇനി നീ വിളിച്ചാൽ നിന്റെ ഉണ്ണി പോലും ബാക്കി ഉണ്ടാവൂല. എല്ലാം പറിക്കും ഞാൻ. അത് ഇന്നലെ നല്ല ക്ഷീണേനും മാങ്ങ വല്ലാണ്ട് പറപ്പിച്ചിട്ട്. നീ മാവിന്റെ മുകളില് ഉറുമ്പ് കണ്ടില്ല? അതെന്താ ഉറുമ്പ്? അല്ല, ഉറുമ്പ് ഇങ്ങനെ കടിച്ചിട്ടൊന്നുമില്ലല്ലോ. അന്നെ ഉറുമ്പൊന്നും കടിച്ചിട്ടില്ല. നിന്റെ എവിടെയെങ്കിലും ഉറുമ്പ് കേറിയാ ഞാന് അങ്ങോട്ട് കേറുമ്പോ? അതല്ല, അല്ല ഉറുമ്പ് ഇല്ലാതപ്പോ ഞാൻ ചോദിച്ചു ഉറുമ്പാറ്റം കടിച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? ഉറുമ്പാറ്റം നീ ഉദ്ദേശിച്ച സ്ഥലത്താണെങ്കില് ഉറുമ്പ് കടിച്ചാല് ഞാൻ കുറച്ച് വേദന സഹിക്കും. പക്ഷെ എങ്കിലും എനിക്ക് അത്, കാരണം ഉറുമ്പ് കടിച്ച അപ്പോൾ അത് തടിച്ച് വണ്ണം വെക്കുമല്ലോ. പിന്നെ അത് എനിക്ക് നല്ല ഗുണമായെന്നെ. കടിച്ചിട്ടില്ല, പക്ഷെ കുറച്ച് വണ്ണം കിട്ടിയെന്നെ കൂടുതൽ. അങ്ങോട്ട് കേറുമ്പോഴേ മാങ്ങ പറിക്കാൻ വേണ്ടി കേറുമ്പോ ഉണ്ടല്ലോ നല്ല ഉഷാറാവും അത്. പിന്നെ നേരിട്ടിട്ട് ഘടിപ്പിക്കുന്നതാണ്. ഇപ്പൊ തടിച്ചിട്ട് നല്ലൊരു
ഈർക്കം കിട്ടും. ഉം. ഉം. തളയില്ലാണ്ട് മാവിന്റെ വില ഏണി വെച്ചിട്ട് തന്നെയല്ലേ കയറുണ്ടേ. തളയിടാൻ പറ്റില്ലോ, തടിച്ച മാവല്ലേ നിന്റെ. അല്ല ഞാൻ വിചാരിച്ചു ഊരി ഇങ്ങ് താഴെ എത്തുന്നു. അങ്ങനെ താഴെയൊന്നും എത്തൂല. താഴെ എങ്ങനെയാ ഊരി എത്തുക? അത്രക്ക് മാത്രമുള്ള എണ്ണയൊന്നും ഇട്ടിട്ടില്ലല്ലോ. വെള്ളം പറിച്ചു കഴിഞ്ഞിട്ട് ഉം. ഇന്നലെ താഴെ എത്താനും സമയം കിട്ടിയില്ല. മുകളിലുള്ള തന്നെ ഒരുപാട് പറിക്കാനുണ്ടായിരുന്നു. ഉം. ഉം. അല്ല ഇനിയെപ്പോഴാ വരുവാ നീ താഴത്തെ പറിക്ക്? താഴത്തെ പറിക്കാൻ നീ വിളിച്ചാൽ വരും. എങ്ങനെയൊക്കെയാ പറിക്കണ്ടെന്ന് പറഞ്ഞാ ഞാൻ വന്നിട്ടെല്ലാം വൃത്തിക്ക് പറിച്ചു തരും. എന്നാ നീ നാളെ വാ, അതുകൂടി നാളെ പറിച്ചിട്ട് പോകാം. അതെയാ? അത്രക്ക് ഉം. മാങ്ങ മാങ്ങ പറിച്ചിട്ട് അത്രക്ക് രസം പിടിച്ചു പോയി. അതല്ല, മാങ്ങ അത്യാവശ്യം മൂട്ട് നിൽക്കുന്നില്ല. അപ്പൊ പിന്നെ അത് പഴുത്ത് അതിന്റെ വെള്ളം തേച്ച് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു രസം ഉണ്ടാകും. ഇന്നലെ മാങ്ങ പറിച്ചിട്ട് വെള്ളം തേച്ചും പോയാ? പോകാൻ നോക്കുമ്പല്ലേ നീ വന്ന്. അതെ, എന്നിട്ട് ഞാൻ വന്നേരം വെള്ളം പോയാ? വെള്ളം ഇങ്ങനെ ഒലിച്ച് താഴുന്നുണ്ട് ഇങ്ങനെ കൊറേ മറ്റേ. അല്ല, അത് ഞാൻ കണ്ട് വെള്ളം ഇങ്ങനെ ഒലിച്ച് താഴുന്നത്. അതുകൊണ്ടാ നിന്നെ വിളിച്ചത്. അപ്പൊ ഇനിയും ഒലിച്ച് താഴുമ്പോ എന്നെ വിളിച്ചാൽ ഞാൻ വന്നിട്ട് വേഗം അല്ല ഇനി അങ്ങനെയാകാൻ ശരിയാക്കി നിൽക്കണ്ട. തരും. അങ്ങനെ ഒലിപ്പിക്കണ്ടെന്ന്. പഴുത്ത് ഇതാകാൻ നിൽക്കണ്ട. നീ കുറച്ച് നേരത്തെ തന്നെ വന്നു. നീ വിളിച്ചാലല്ലേ. നാളെ തന്നെ വരണ്ടെങ്കിൽ നാളെ വരാം. എന്നിട്ട് അതുകൂടി പറിച്ചോ. അതും കൂടി പറിച്ചു തരാം. പറിക്കാൻ വിട്ടാ മതി. പിന്നെ ഇപ്പം പറിക്കണ്ട, നാളെ പറിക്കാമെന്ന് പറയണ്ട. അപ്പൊ ഞാൻ വന്നു കഴിഞ്ഞാല് ഇനി ഇലയും മുട്ടൊന്നും ഉണ്ടല്ലോ, മൊത്തം അങ്ങ് പറിക്കും. പറിക്കാതെങ്കിലേ എന്നെ വിളിക്കുന്നു. പിന്നെ ഞാൻ പറിക്കണ്ടെന്ന് പറയുന്നു. വിളിക്കുമ്പോ പറിക്കാന്നിട്ട് വിളിക്കുമ്പോ അറിയത്തിട്ടാകുമ്പോ പിന്നെ മൊത്തം പറിക്കണ്ടെന്നല്ലേ പറയാ. അല്ല, വേറെ ആരെങ്കിലും പറിക്കുന്നതിന് മുമ്പ് നീ പറിച്ചു തന്നാ നന്നായിരുന്നു. നീ വേറെ ആരെയും വിളിച്ച് പറപ്പിക്കാണ്ടെന്നാ പോരെ. വീണ് വീഴുകയും. അങ്ങനെ വീണ് തീരുവാ? അത് ചിലപ്പോ അതിന്റെ പഴുത്ത് വെള്ളം പോയി കഴിഞ്ഞ് കണ്ണി അടങ്ങുന്നതായിരുന്നു. നീയായിട്ട് പറിക്കാണ്ടെന്നാ മതി. പിന്നെ ആരെങ്കിലും എല്ലാം എടുത്ത് തിന്നോ? അതിനെന്തിനേയും പുറത്തുള്ളവർക്കെല്ലാം എടുത്ത് തിന്നാൻ കൊടുക്കുന്നത്? നീ വരാൻ ഞാൻ എന്താ ചെയ്യാ? ഞാൻ ചില നേരത്ത് വരാണ്ടായി പോകുന്നത് അത് വേറെ എവിടെയെങ്കിലും തേങ്ങ പറിക്കാനുണ്ടാവില്ല. നേരം പിന്നെ മാങ്ങ അവിടെ കിട്ട് തേങ്ങ പറിക്കാൻ പോകും. തേങ്ങ അതിനേക്കാളും വലുതാണല്ലേ? അല്ല, മാങ്ങേനേക്കാളും ഇപ്പം പൈസ തേങ്ങ കാണല്ലോ. എന്നാ പിന്നെ ഇന്നലത്തെ കൂലിയൊന്നും കിട്ടിയിട്ടില്ലല്ലോ. കൂലി നീ അനക്കല്ലേ തരണ്ട്. ശരി. മാങ്ങ പറിക്കാൻ വിളിച്ചിട്ട് പിന്നെ പറിച്ചു തന്നിട്ട് കൂലി ഞാൻ അങ്ങോട്ട് വരുമ്പോ പറിക്കാനല്ലേ വിളിച്ചിട്ട് ഞാൻ പറിച്ചു തന്നിട്ടില്ലേ ശരിക്ക്? അതെ, കൂലി ഒരുമിച്ച് തരാം. ഒരുമിച്ച് തരുവയ്യ? ഒരുമിച്ച് വേണ്ട, ഓരോ കൂലി ഓരോ കൂലിയായിട്ട് വരുന്നല്ലേ നല്ലേ. അത് ശരിയാവില്ല. പിന്നെ മുങ്ങിയാലോ? ഇനിയിപ്പം എന്ത് മുങ്ങാ? ഇന്നലെ നന്നായിട്ട് മുങ്ങി കുളിച്ചില്ലേ? മുങ്ങാൻ മാത്രമൊന്നുമില്ല, എന്നാലും ഉണ്ട്. നന്നായിട്ട് ഒലിച്ചിറങ്ങിയല്ലോ. മാങ്ങ മറ്റേ മുകളിലെ ഭാഗം എത്രയാ മാങ്ങല്ലേ? മുകളില് മാങ്ങ നല്ല വണ്ണമുള്ള മാങ്ങയാണ്. താഴോട്ടെത്തുമ്പോ അതിലും വലിയ മാങ്ങയുണ്ട്. മനസ്സിലായി. താഴോട്ടെത്തുമ്പോ നല്ല മാങ്ങയായിരുന്നു കേട്ടാ. ആ മാങ്ങയാണ് കൂടുതൽ ഇങ്ങനെ പൊട്ടി ഒലിക്കുന്നത്. നല്ല മണം ഉണ്ടായോ? മണം നല്ല ഉണ്ട്. നല്ല മണമുള്ള മാങ്ങയാണ്. എന്തേ? ഒന്നുമില്ല. പുറത്തിനെ ആരെയും പറിക്കാനൊന്നും വിളിക്കണ്ട കേട്ടാ. നാളെ വരില്ലേ? നാളെ ഞാൻ റെഡിയാണ്.
ഞാനിവിടെ ഇന്നലെ വന്ന പോലെ ഇല്ലയോ? അതല്ലേ നല്ലേ ഉച്ചക്ക് ശേഷം. എന്നാ ഞാനും അങ്ങനെ തന്നെ നിൽക്കാലോ. അതന്നെ നല്ലേ. പിന്നെ നിന്റെ ആ വീട്ടിലെ നിന്റെ അമ്മ ആരും ഉണ്ടാവില്ല, എല്ലാരും പണിക്ക് പോകൂലേ? അതൊന്നുമില്ല, എല്ലാ സമയം നോക്കില്ലേ ഞാൻ വിളിക്കുന്നു. അപ്പൊ പിന്നെ നമുക്ക് നാളെ ഒന്ന് ഉഷാറായിട്ട് മാങ്ങ അങ്ങ് പറിക്കാം. ഉം. മാങ്ങ നാളെ നല്ലോണം പറിക്കല് മാത്രം, ഞാൻ നല്ലോണം ചപ്പി ചപ്പി കുടിച്ചു കൊടുക്കും കേട്ടോ മാങ്ങ, നല്ല സീറ്. നീ എത്ര വേണ്ടെങ്കിലും എടുത്തോ. ആണല്ലോ. അതിനുള്ള സമയം തരണം, അല്ലാണ്ട് വേഗം പറിക്കുക വേഗം പറിക്കാനായിട്ട് പറയാറ്. വേഗമൊന്നും പറിക്കണ്ട, നീ സമയം എടുത്ത് പറിച്ചാൽ മതി.